ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചിഹ്നങ്ങളും അവരുടെ പ്രചരണ ഉപാധികളും അവരുടെ പാട്ടുകളും ഒന്നുമല്ല ക്ഷേത്രത്തിൽ വേണ്ടത് എന്ന് കോടതി പറയുമ്പോൾ അതെല്ലാവരും സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. സ്വാഭാവികമായും അങ്ങനെ എല്ലാവരും സ്വീകരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് കോൺഗ്രസ് പാർട്ടിക്ക് അക്കാര്യത്തിൽ തോന്നുന്നത്? അഭിലാഷേ, നമ്മുടെ ഒരു നില കൊടിയോ ചോരണങ്ങളോ അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങളോ ഒന്നും ആരാധനാലയങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ്. അത് ഹൈന്ദവ ആരാധനാലയങ്ങൾ മാത്രമല്ല, എല്ലാ ആരാധനാലയങ്ങളിൽ നിന്നും അവർ വിട്ടുനിൽക്കണം എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അത് മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ അമ്പലങ്ങളും ദൈവങ്ങളും ഒക്കെ വ്യക്തികളുടെ സ്വകാര്യമായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്, അല്ലെങ്കിൽ പാർട്ടി അതിനെ കാണുന്നത്. മതവും അങ്ങനെ തന്നെ. അതിനകത്ത് ഈ രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്ന ചില ആളുകൾ നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം ശ്രീ ഗോപൻ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ അദ്ദേഹത്തോട് യോജിക്കുകയാണ്. അത് BJP ആണ് അതിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. എല്ലാ അമ്പലങ്ങളിലും BJPയുടെ പല കൊടികളും, ഇപ്പോൾ ഏറ്റവും അവസാനമായി തന്നെ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ സംഘർഷം ഉണ്ടാക്കാൻ, ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട പല പ്രദേശങ്ങളിലും സംഘർഷങ്ങൾ ഉണ്ടാക്കാനും പല രാഷ്ട്രീയ പാർട്ടികളും ഇതിന്റെ ഭാഗമായി അവിടെ കുടികൊണ്ടുപോയി കെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള തുടക്കക്കാരായിട്ട് ഞാൻ കാണുന്നത് BJP-യാണ്. BJP ഇതിനെ മതപരമായി ഈ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അതിനെ വളരെ കൃത്യമായി പ്രതിരോധിക്കാനായി ഒരു കാലഘട്ടത്തിൽ CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളടക്കമുള്ള ആളുകൾ മുന്നോട്ട് വന്നു. അതാണ് നേരത്തെ അഭിലാഷ് വളരെ കൃത്യമായി സൂചിപ്പിച്ചത്. RSSന്റെ ശാഖകൾ കേരളത്തിലെ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ നിന്ന് ഇറക്കി അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റണം എന്ന ആവശ്യം അവർ ഉന്നയിച്ചു. അത് കൃത്യമായി ഹൈക്കോടതി വിധിയുണ്ടായി. ആ വിധി നടപ്പാക്കാൻ സർക്കാർ തയ്യാറായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അത് ഗോവനാണ് പറയേണ്ടത്. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മനുഷ്യന്റെ സ്വകാര്യമായിട്ടുള്ള ഈ കാര്യങ്ങളിൽ ഈ എന്തിനാണ് രാഷ്ട്രീയം നടത്തുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ കടക്കൽ സംഭവിച്ചിട്ടുള്ളത് ഏറ്റവും മോശമായിട്ടുള്ള, ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമുക്കറിയാവുന്നതുപോലെ ഈ അമ്പലങ്ങൾ സ്വാഭാവികമായിട്ട് ഈ ഉത്സവത്തിന്റെ സമയത്ത് നമുക്കറിയാവുന്ന പ്രത്യേക കമ്മിറ്റികൾ ഉണ്ടാക്കും. ഉത്സവ കമ്മിറ്റികൾ എന്ന് പറഞ്ഞിട്ടുള്ള കമ്മിറ്റികളാണ് ഉണ്ടാക്കുക. ആ ഉത്സവ കമ്മിറ്റികൾക്ക് ക്ഷേത്രോപദേശക സമിതിയുടെ രക്ഷകർത്തത്തിലാണ് ഉണ്ടാവുക. പല അമ്പലങ്ങളിലും അങ്ങനെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിൽ, ദേവസ്വം ബോർഡ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതിന്റെ അമ്പലങ്ങളിൽ ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രോപദേശക സമിതി എന്നൊരു സംവിധാനമുണ്ട്. അതുകൂടാതെ ഉത്സവ കമ്മിറ്റികളുണ്ട്. ആ ഉത്സവ കമ്മിറ്റികൾ കാണിക്കുന്ന പേക്കൂത്തുകൾ എന്ന് പറയുന്നത്, അവിടെ നടത്തുന്ന പരിപാടികൾ എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിനും യോജിച്ചതല്ല എന്ന് വിശ്വാസക്കാരനാണ് ഞാൻ. രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ അഭിലാഷിന്റെ മുമ്പിൽ പറയാം. ഒന്ന്, തിരുവനന്തപുരത്തെ ആറ്റുകാൽ, ഏറ്റവും പ്രമുഖമായിട്ടുള്ള ആറ്റുകാൽ ദേവി ക്ഷേത്രമാണ്. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നടന്നൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ സിനിമാറ്റിക് ഡാൻസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പ് വന്നു. വലിയ പ്രശ്നമായി, അലങ്കോലമായി, വളരെ മ്ലേച്ഛമായ തരത്തിലുള്ള പരിപാടിയായി. എന്താ സംഭവിച്ചത്? ട്രസ്റ്റ് തീരുമാനിച്ചു ഇനി മുതൽ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ അമ്പലത്തിനകത്തേക്ക് കയറ്റില്ല എന്നവർ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി മിമിക്സ് പരേഡും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സിനിമാറ്റിക് ഡാൻസും അമ്പലത്തിലില്ല. ബാക്കിയുള്ള ആ കുട്ടികളുടെ മോഹിനിയാട്ടം, അതോടൊപ്പം തന്നെ മറ്റ് കലാപരിപാടികൾ, ഗാനമേള അടക്കമുള്ള പരിപാടികൾ അവിടെ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികൾ അവരവിടെ ബാൻ ചെയ്തു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൾച്ചർലെസ് പ്രോഗ്രാമാണ്. ഞാൻ പറഞ്ഞല്ലോ, അമ്പലം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. പക്ഷെ അവിടെ ഉണ്ടാകേണ്ട എന്താ? നമുക്ക് ക്ഷേത്രകലകളില്ലേ, നമുക്ക് കഥകളി ഉണ്ടല്ലോ, നമുക്ക് ചാക്യാർ കൂത്തും നങ്ങ്യാർ കൂത്തും ഉണ്ടല്ലോ, നമുക്ക് ഇനി വലിയ തമാശ വേണമെങ്കിൽ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലുണ്ടല്ലോ. ഇങ്ങനെയുള്ള ക്ഷേത്രകലകൾ പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിൽ പോലും നടപ്പാകുന്നില്ല അഭിലാഷേ. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഇപ്പോൾ എല്ലാ വർഷവും താങ്കൾക്ക് അറിയാവുന്നതാണ്, മന്നം ജയന്തി നടക്കാറുണ്ട്. മന്നം ജയന്തി എല്ലാ വർഷവും നടക്കുമ്പോൾ അതിന്റെ 2 ദിവസത്തെ ഈ പരിപാടിയുടെ 1 ദിവസത്തെ പരിപാടിയിൽ ഞാൻ എപ്പോഴും നോട്ടീസ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ പരിപാടിയിൽ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് മേജർ സെറ്റ് കഥകളി. അപ്പൊ ഇതിനുമായി ബന്ധപ്പെട്ട് ജനറൽ സെക്രട്ടറിയോട് ആരോ ചോദിച്ചു, ഈ കാലാനുസൃതമായിട്ടുള്ള മാറ്റം നമുക്ക് ഉണ്ടാവേണ്ട, ഗാനമേളയൊക്കെ വരേണ്ടത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു സംസ്കാരമുണ്ട്, ഒരു സമൂഹത്തിനൊരു സംസ്കാരമുണ്ട്. ആ സമൂഹത്തിന് മാത്രമല്ല, പ്രസ്ഥാനങ്ങൾക്ക് സംസ്കാരമുണ്ട്. ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ പ്രധാനമായിട്ടും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും, ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് താല്പര്യം കുറവാണെങ്കിൽ പോലും നമ്മൾ ആ താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ ആ കലകൾ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്ന മറുപടിയാണ് അദ്ദേഹം കൊടുത്തത്. ഇതെന്തുകൊണ്ട് കേരളത്തിലെ ദേവസ്വം ബോർഡ് തീരുമാനം എടുക്കുന്നില്ല? ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിലും, സ്വകാര്യ അമ്പലങ്ങൾ പോട്ടെ, ഇപ്പൊ കടക്കൽ ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ കീഴിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിലെങ്കിലും ദേവസ്വം ബോർഡ് കൃത്യമായ നിർദ്ദേശം കൊടുക്കണം. അവിടെ ക്ഷേത്രകലകൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ആർക്കാണ് ഇത്ര പ്രയാസം? അങ്ങനെയുള്ളവരെ ഏതെങ്കിലും വലിയ ഓഡിറ്റോറിയം എടുത്ത് അവിടെ പരിപാടി നടത്തുന്നേ. ക്ഷേത്രങ്ങളെ ഇത്തരത്തിൽ പേക്കൂത്ത് കേന്ദ്രങ്ങളാക്കി മാറ്റുവാൻ നമ്മൾ തയ്യാറല്ല. അത് മാത്രമല്ല, ഈ ക്ഷേത്രങ്ങളിൽ എന്ത് കലാപരിപാടികൾ നടക്കണമെന്നുള്ളത് അത് കമ്മിറ്റികൾക്ക് തീരുമാനിക്കാം. അക്കാര്യത്തിൽ നമുക്ക് ഒരു ഡിബേറ്റ് ആവാം.